ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJD നേതാവ് തേജസ്വി യാദവ് പത്രിക സമർപ്പിച്ചു. രാഘപൂർ മണ്ഡലത്തിൽ നിന്നാണ് തേജസ്വി ജനവിധി തേടുന്നത്. PR സുനിലുണ്ട് വിശദാംശങ്ങളുമായി. PR സുനിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ആര്യ, ലാലു പ്രസാദ് യാദവിനും റാബ്രി ദേവിക്കും ഒപ്പം എത്തിയാണ് തേജസ്വി യാദവ് രാഘപൂർ മണ്ഡലത്തിൽ ഇപ്പോൾ പത്രിക നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 2 തവണ തേജസ്വി യാദവ് വിജയിക്കുന്ന മണ്ഡലമാണ് പട്നിക്കടുത്തുള്ള രാഘോപൂർ. 1995 മുതൽ ലാലു പ്രസാദ് യാദവ് നിരവധി തവണയും അതിനുശേഷം റാബ്രി ദേവി 3 തവണയും ഒക്കെ വിജയിച്ച മണ്ഡലം കൂടിയാണ് രാഘോപൂർ. ആ മണ്ഡലത്തിലാണ് കഴിഞ്ഞ 2 തവണയായി തേജസ്വി യാദവും വിജയിക്കുന്നത്. ഏതായാലും ഇത്തവണ 3-ാം തവണ തേജസ്വി യാദവ് വീണ്ടും മത്സരിക്കാനായി രാഘോപൂരിൽ സ്ഥാനാർത്ഥി പത്രിക നൽകിയിരിക്കുകയാണ്. ഏതായാലും RJD ഇതുവരെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഇക്കാര്യത്തിലൊക്കെ തന്നെ വലിയ തർക്കം RJDക്കുള്ളിൽ തുടരുന്നു എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും ആദ്യഘട്ട വോട്ടെടുപ്പിന് പത്രിക നൽകാനുള്ള അവസാന തീയതി 17-ാം തീയതിയാണ്. അപ്പോൾ 2 ദിവസം മാത്രമാണ് അതിന് ബാക്കിയുള്ളത്. അപ്പോഴും മഹാസഖ്യത്തിലായാലും NDA സഖ്യത്തിലായാലും വലിയ തർക്കമാണ് തുടരുന്നത്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം JDU നടത്തിയത്, നേരത്തെ NDAയിലുണ്ടായ സീറ്റ് വിഭജനത്തിന്റെ ഭാഗമായി ചിരാഗ് പസ്വാന്റെ LJPക്ക് 29 സീറ്റാണ് നൽകിയത്. അങ്ങനെ ചിരാഗ് പസ്വാന് നൽകിയ 4 സീറ്റിൽ ഉൾപ്പെടെ 57 സ്ഥാനാർത്ഥികളെ ഇന്ന് JDU പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുശേഷം BJP നേതാക്കളുമായുള്ള ചർച്ചകൾക്ക് തയ്യാറാകാതെ പട്നിയിലെ വസതിയിൽ തുടരുകയാണ് നിതീഷ് കുമാർ. അങ്ങനെ വലിയ നാടകീയ കാഴ്ചകളാണ് ബീഹാറിൽ നിന്നാകെ പുറത്തു വരുന്നത്. ലാലു പ്രസാദ് യാദവിന്റെ വസതിക്ക് മുന്നിലും നിതീഷ് കുമാറിന്റെ വസതിക്ക് മുമ്പിലും ഒക്കെ തന്നെ സീറ്റ് മോഹികളുടെ വലിയ തിക്കും തിരക്കുമൊക്കെയാണ്. ദില്ലിയിലെ കോൺഗ്രസ് ആസ്ഥാനത്തും സീറ്റ് മോഹികളുടെ കുത്തിയിരിപ്പ് സമരവും ഒക്കെ തന്നെ നടക്കുകയാണ്. അതായാലും വലിയ നാടകങ്ങൾ, രാഷ്ട്രീയ നാടകങ്ങൾ തന്നെയാണ് ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പട്നയിലും ദില്ലിയിലും ഒക്കെ തന്നെ ഉണ്ടാകുന്നത്. രാഘപൂർ മണ്ഡലത്തിൽ നിന്നാണ് തേജസ്വി യാദവ് ജനവിധി തേടുന്നത്. PR സുനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.